പറഞ്ഞ് പേടിപ്പിച്ച് നമ്മുടെ ബ്രെയിനെല്ലാം സ്റ്റക്ക് ചെയ്യിച്ച, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഞാൻ പറയുന്ന പ്രേക്ഷകർത്താണ്. നമ്മൾ ഈ പഴയ കാലത്ത് വീട്ടിൽ പറയുന്ന കഥകൾ, നാട്ടിൽ പറയുന്ന കഥകൾ, ഇതെല്ലാം കഥകളുടെ ഒരാൾ മാത്രമാണ് കല്ലിയങ്കാട്ട് നീലി. ഒരു യക്ഷിയിൽ ഒരാൾ മാത്രമാണ് കല്ലിയങ്കാട്ട് നീലി. നൂറുകണക്കിന് യക്ഷികൾ പന വഴിയും നാട് വഴിയും, 10,000-കണക്കിന് യക്ഷികൾ കല്ലറകൾ വഴി, കല്ലറകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ മരിച്ചടക്കപ്പെടുന്ന സ്ഥലം. പിന്നെ അതിൽ കൂടുതൽ യക്ഷിമാര് പിന്നെ ഹിന്ദുക്കളുടെ ആചാരപ്രകാരം എങ്ങനെ ദഹിപ്പിച്ച് കളഞ്ഞാലും പിന്നെ ആയുസ് തീർന്നില്ലെങ്കിൽ നോർമലായി ചത്താൽ ഇവിടെ അലഞ്ഞു നടക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചിറക്കി വിട്ടിട്ടുള്ള ഒരു കഥാപാത്രങ്ങളിലൊന്ന് മാത്രമാണ് ഈ ലോക സിനിമയിലെ കല്ലിയങ്കാട്ട് നീലി. കല്ലിയങ്കാട്ട് നീലിയുടെ കഥയൊക്കെ ചില്ലറയല്ല ഞങ്ങൾ കേട്ടിട്ടുള്ളത്. എനിക്ക് എൻ്റെ ഏജ് 1976 ജനിച്ച എൻ്റെ ഏജ് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തോളൂ. കല്ലിയങ്കാട്ട് നീലിയുടെ കഥ, കല്ലിയങ്കാട്ട് നീലിയുടെ കഥയൊക്കെ കേട്ടിട്ടേ അയ്യോ ഒന്നും പറയാനില്ല. ഉറങ്ങിയ ജീവിതമില്ല. രാത്രി 12 മണിക്ക് ഉറങ്ങൂല, 1 മണിക്ക് ഉറങ്ങൂല. ഉറങ്ങാതെ ബ്രെയിനൊക്കെ സ്റ്റക്കായി. അത് ലൈഫിൽ പല മേഖലയിലും ബാധിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. കല്ലിയങ്കാട്ട് നീലി മാത്രമല്ല, യക്ഷിക്കഥകൾ കേട്ട് ഒരു ഭയം, നമുക്ക് പേടിയുടെ ഒരു വൈബ്രേറ്റ് ഉണ്ടാവും. ഇനി അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇനി ഈ സിനിമ കല്ലിയങ്കാട്ട് നീലി എന്ന് പറയുന്ന കഥാപാത്രത്തെ പ്രഡിക്റ്റ് ചെയ്ത് ന്യൂ ജനറേഷനുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിട്ട് റൺ ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറി ലൈനഫ് കേട്ടോ. ഒരു രക്ഷയുമില്ല കേട്ടോ. വാഫ് എക്സലന്റ് മൂവി. സൂപ്പർ ഡൈനാമിക് ലെവലിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പഴയ മതവിശ്വാസങ്ങൾ, പിന്നെ നാട്ടിലെ അന്ധവിശ്വാസങ്ങളും, ഞാനങ്ങനെ അന്ധവിശ്വാസം എന്നാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അതും വിശ്വാസങ്ങൾ അത് 2025 വന്നപ്പോഴത്തേക്ക് അതെങ്ങനെ റീബർത്ത് ചെയ്യുന്നു, RBR ചെയ്യുന്നു, സയന്റിഫിക്കലി എങ്ങനെ റീബർത്ത് ചെയ്യുന്നു, അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് ഈ ലോക. ഇതെങ്ങനെ സയന്റിഫിക്കൽ റീബർത്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇത് ഒരു മിത്തിനെ കുറിച്ച് കഥ ലിങ്ക് ചെയ്ത് പോകുമ്പോഴും നമ്മുടെ നായിക എപ്പോഴും ബ്ലഡ് കുടിക്കും. മീൻസ് അവർക്ക് എനർജി നിൽക്കണമെങ്കിൽ അവരുടേതായ ബ്ലഡ് ഗ്രൂപ്പിന്റെ ബ്ലഡ് കുടിച്ചുകൊണ്ടിരിക്കണം. ആ ബ്ലഡ് എത്തിച്ചുകൊണ്ടിരിക്കും, ബ്ലഡ് കുടിക്കും. അത് ജസ്റ്റ് ഒന്ന് സ്റ്റോറിയിൽ ചെറുതായിട്ടൊന്ന് പറയേണ്ടി വന്നു. ഇത് കുടിക്കും, അതിൽ നിന്നാണ് അവർ എനർജി എടുക്കുന്നത്. ആ എനർജി നൈറ്റ് മാത്രമേ അബ്സോർവ് ചെയ്യുള്ളൂ. സൺറൈസ് വരുന്നതോടുകൂടി അത് നെഗറ്റീവ് എനർജി ആവും.